കൊച്ചി പനമ്പിള്ളി നഗറിൽ നവജാത ശിശുവിനെ ഫ്ളാറ്റിൽ നിന്നും എറിഞ്ഞു കൊന്നു. പാസ്പോർട്ട് ഓഫീസിന് സമീപത്താണ് രാവിലെ ആൺകുഞ്ഞിന്റെ മൃതദേഹം കണ്ടത്. മനസാക്ഷിയെ നടുക്കുന്ന ക്രൂരതയുടെ CCTV ദൃശ്യങ്ങളും പിന്നാലെ പുറത്തുവന്നു. ഇത് എപ്പോഴാണ് കണ്ടത്? 8:20 എന്താണ് കണ്ടത്? എന്തായിരുന്നു? റോഡിൽ കിടക്കുന്നുണ്ട്, കുഞ്ഞും കവറും കൂടെ. നിങ്ങൾ പോലീസിൽ അതെ അതൊന്നും അറിയില്ല, അതൊന്നും കണ്ടില്ല. ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച സ്ഥലത്ത് ഈ കാർ ഉണ്ടായിരുന്നു അതോ? ഇല്ലില്ല, കാറ് സൈഡിൽ നിന്ന് ഇറങ്ങി വന്ന, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇറങ്ങി വന്ന. ഇത് CCTV കാണുന്ന, വീഡിയോയിൽ കാണുന്ന മോളിൽ നിന്ന് വീഴുന്നതായിട്ടാണ് കാണുന്നത്. ഇല്ല, അത് സംശയിക്കാൻ പറ്റില്ല. അവരെ വിടുന്നൊന്നും ഞാൻ കണ്ടുമില്ല. 21 ഫ്ളാറ്റുകളുള്ള സമുച്ചയത്തിൽ 3 എണ്ണം ഒഴിഞ്ഞുകിടക്കുകയാണ്. മറ്റ് ഫ്ളാറ്റുകളിൽ ഗർഭിണി ഉണ്ടായിരുന്നതായി വിവരമില്ലെന്നും കോർപ്പറേഷൻ കൗൺസിലർ പറഞ്ഞു. 21 ഫ്ളാറ്റുകളാണ് അതിൻ്റെ അകത്തുള്ളത്. അതിലൊരു 3 ഫ്ളാറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന അനുസരിച്ചാണെങ്കിൽ മുകളിൽ നിന്ന് വീണായിട്ട് വീഡിയോയിൽ കാണുന്നുണ്ട്. അത് പക്ഷേ ഇവിടെ പരിശോധിച്ച് ഇപ്പോൾ ഇവിടെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആശാവർക്കർ വന്നു, അവർ വന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ലിസ്റ്റിൽ ആരും ഇല്ല. ഇനി ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റിൽ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ഇട്ടാന്ന സംശയത്തിൽ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. വീഡിയോയിൽ കാണുന്ന കുഞ്ഞു മുകളിൽ നിന്ന് ഒരു പാർസൽ സർവീസിന്റെ ഒരു കവറിൽ കുഞ്ഞിന്റെ ബോഡിയായിട്ട് ഇല്ല കവറിന്റെ അകത്ത് വന്ന് വീണായിട്ട് കാണുന്നത്. വീണ് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് പാക്കറ്റിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇതായി. അങ്ങനെയാണ് ഈ പുള്ളി കാണുന്നത്. വിനീത വിജി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിനീത, ഈ സംഭവത്തെ പറ്റി പോലീസ് പറയുന്നത് എന്താണ്? വേണു, നമ്മളിപ്പോൾ ഈ സംഭവ സ്ഥലത്താണുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ കുഞ്ഞിന്റെ മൃതദേഹം അതിപ്പോഴും അവിടെ തന്നെയാണ് ഉള്ളത്. അവിടെ ഇങ്ങനെ പൂർണ്ണമായും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ കവർ കൊണ്ട് അത് മൂടിയിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഫ്ളാറ്റിന് മുകളിലും ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുകയാണ്. അവർ അവിടെ വളരെ വിശദമായി തന്നെ പരിശോധന നടത്തുന്നുണ്ട്. നമുക്ക് ലഭ്യമായിരിക്കുന്ന CCTV ദൃശ്യത്തിൽ 7:45 ഈ കുഞ്ഞിനെ മുകളിൽ നിന്ന് താഴേക്ക് എറിയുന്നത്. അതൊരു പാഴ്സൽ കവറിൽ പൊതിഞ്ഞാണ് കുഞ്ഞിനെ താഴേക്ക് എറിയുന്നത്. താഴേക്ക് വീണ ശേഷം ഈ കുഞ്ഞിന്റെ മൃതദേഹം അത് ഈ പാഴ്സൽ കവറിൽ നിന്നും പുറത്തേക്ക് മാറിക്കിടക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ. കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോഴും ആ നിലത്ത് തന്നെയാണ് കിടക്കുന്നത്. അവിടെ ഇരുവശത്തും ഇൻക്വസ്റ്റ് നടപടികളും മറ്റും നടക്കുന്നതിന്റെ ഭാഗമായി ആളുകളെ കടത്തിവിടുന്നില്ല. ഇതിപ്പോൾ പനമ്പിള്ളി നഗറിലുള്ള വിദ്യാനഗർ എന്ന് പറയുന്ന ഒരു ഇടമാണ്. ഇതിന്റെ സമീപമാണ് ഈ 21 ഫ്ളാറ്റുകൾ ഉള്ളത്. ഈ ഫ്ളാറ്റിൽ നിന്ന് കുഞ്ഞിനെ താഴേക്ക് എറിഞ്ഞതാകാമെന്നാണ് പോലീസിന്റെയും മറ്റും പ്രാഥമിക നിഗമനം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും അങ്ങനെ തന്നെ വ്യക്തവുമാണ്. ഈ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്നാണ് കുഞ്ഞിനെ താഴേക്ക് എറിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള കൌൺസിലർ മറ്റുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ആശാവർക്കർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുകയും ഈ ഫ്ളാറ്റിലുള്ളവരുടെ ആരുടെയെങ്കിലും കുഞ്ഞാണോ ഇതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഈ ഫ്ളാറ്റിലുള്ളവരുടേതല്ല എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതേസമയം ഈ ഫ്ളാറ്റിലെ മുകളിലുള്ള ഒരു 3 നില അത് ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ മറ്റാരും താമസമില്ല. ഇനി പുറത്തുനിന്ന് ആരെങ്കിലും അവിടെ എത്തി കുഞ്ഞിനെ ഇത്തരത്തിലേക്ക് താഴേക്ക് എറിഞ്ഞതാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. ഈ ഫ്ളാറ്റിലുള്ള ആളുകളുടെ മറ്റു മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നുണ്ട്. അല്പസമയം മുമ്പ് നമ്മളോട് ചേർന്ന ഒരാൾ, അദ്ദേഹമാണ് ഇത് ആദ്യമായി കാണുന്നത്. അദ്ദേഹം രാവിലെ ഇവിടേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഈ കുഞ്ഞിന്റെ മൃതദേഹം ഇങ്ങനെ നിലത്ത് കിടക്കുകയായിരുന്നു. ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഏതാണ്ട് ഒരു ദിവസം മാത്രം പ്രായമായ കുഞ്ഞായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ പോലീസ് വളരെ വിശദമായി തന്നെ ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നുമുണ്ട്. അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ കുഞ്ഞിന്റെ മൃതദേഹം അതിങ്ങനെ ഒരു കറുത്ത കവർ കൊണ്ട് അത് മൂടിയിരിക്കുകയാണ്. ഒപ്പം തന്നെ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഫ്ളാറ്റിലുള്ളവരുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഫ്ളാറ്റിനുള്ളിലും പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഈ ഫ്ളാറ്റിലുള്ള ആരുടെയെങ്കിലും ആണോ ഈ കുഞ്ഞിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇങ്ങനെ കുഞ്ഞ് ഇങ്ങനെ റോഡിൽ ഒരു ഉപേക്ഷിച്ച നിലയിൽ ഒരു കുഞ്ഞിന്റെ മൃതദേഹം കിടക്കുന്നു എന്ന തരത്തിലാണ് പോലീസിന് വിവരം ലഭിക്കുന്നത്. തുടർന്ന് അന്വേഷണ സംഘം ഇവിടെ എത്തുകയും ഇവിടെയുള്ള CCTV ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ആരെങ്കിലും ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് മടങ്ങിയതാകാം എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ കൂടുതൽ പരിശോധിച്ചപ്പോഴാണ് ഫ്ളാറ്റിന് മുകളിൽ നിന്ന് പാഴ്സൽ കവറിൽ കുഞ്ഞിനെ താഴേക്ക് എറിയുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുള്ളത്. ഇതിപ്പോൾ ആരാണ് ഇത് എറിഞ്ഞത്, ഈ കുഞ്ഞ് ആരുടേതാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. ഒപ്പം തന്നെ ഇത് കണ്ടെത്തിയ നാട്ടുകാർ അവരാണ് ഇത് ആദ്യം വിവരം പോലീസിനെയും മറ്റും അറിയിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. വളരെ ചെറിയ കുഞ്ഞാണ്, ഒരു ദിവസം മാത്രമേ അതിന് പ്രായമായിട്ടുള്ളൂ എന്നാണ് കൌൺസിലർ മറ്റും നമ്മളോട് അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. മൃതദേഹം ഒരു കറുത്ത
കവറും ഒപ്പം തന്നെ തുണിയും കൊണ്ട് മൂടിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ACP ഉൾപ്പെടെ ഇപ്പോൾ ഫ്ളാറ്റിന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർ ആ നിലയിൽ നിന്നാണോ കുഞ്ഞിനെ എറിഞ്ഞതെന്നുൾപ്പെടെയുള്ള ചില പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. അവിടെ വളരെ ആ ഭാഗത്തേക്കുള്ള ഫ്ളാറ്റിൽ വളരെ വിശദമായി തന്നെ അന്വേഷണ സംഘം ചില പരിശോധനകൾ കൂടി നടത്തുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ACP ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം അവിടെ എത്തി ഫ്ളാറ്റിനുള്ളിൽ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ആ ഫ്ളാറ്റുകളിൽ ആൾതാമസം ഉണ്ടായിരുന്നില്ല എന്നാണ് അല്പസമയം മുമ്പ് ഇവിടെയുള്ള കൌൺസിലറും മറ്റും നമ്മളോട് സംസാരിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും എത്തി കുഞ്ഞിനെ ഉപേക്ഷിച്ചതാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. വിനിത, ഈ പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക, സെക്യൂരിറ്റി കാണുക, അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ സ്വാഭാവികമായും ഉണ്ടാകും. അതേപ്പറ്റി എന്താണ് അറിയാൻ കഴിയുന്നത്? തീർച്ചയായും അത്തരം സാധ്യതകൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇവിടെ ആൾതാമസം ഉണ്ടായിരുന്നില്ല, ഈ 3 ഫ്ളാറ്റുകളിൽ ആൾതാമസം ഉണ്ടായിരുന്നില്ല. രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സെക്യൂരിറ്റിയുടെ അറിവില്ലാതെ ആരെങ്കിലും ഉള്ളിലേക്ക് കയറിയതാണോ, അതോ ഈ ഫ്ളാറ്റിൽ തന്നെയുള്ള ആരുടെയെങ്കിലും കുഞ്ഞാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ചില പ്രാഥമിക സംശയങ്ങളും ചില പ്രാഥമിക നിഗമനങ്ങളുമാണ് ഈ ഘട്ടത്തിൽ പോലീസും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള കൌൺസിലേഴ്സും ഒക്കെ മുന്നോട്ട് വെക്കുന്നത്. ഇക്കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ ഘട്ടത്തിൽ പോലീസിന്റെ അന്വേഷണവും നടക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പോലീസ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് എത്തിയിരിക്കുന്നു എന്നൊരു സംശയമുണ്ട്. അവർ ആ കവർ മാറ്റി ഇപ്പോൾ പരിശോധിക്കുകയാണ്. അതിന് സമീപം ഒരു പേപ്പർ കൂടി അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതിനുള്ളിലാണ് കുഞ്ഞിന്റെ മൃതദേഹമുള്ളത്. പാഴ്സൽ കവറിൽ മുകളിൽ നിന്ന് താഴേക്ക് എറിയുകയായിരുന്നു. പോലീസ് ഇപ്പോൾ ആ മൃതദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന പേപ്പർ കഷ്ണം അത് പരിശോധിക്കുന്നുണ്ട്. ഒരു പാഴ്സൽ കവറിലാണ് മൃതദേഹം ഇങ്ങനെ താഴേക്ക് എത്തിയത്. ഇപ്പോൾ അന്വേഷണ സംഘം അതിൽ ഫോട്ടോകൾ, അത് ചിത്രങ്ങൾ മൊബൈലിൽ ശേഖരിക്കുകയാണ്. ഈ ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ നമുക്ക് ആ കാണുന്ന ദൃശ്യത്തിൽ കാണുന്നത് പോലെ ആ ഭാഗത്തേക്കാണ് ഉള്ളത്. ആ ഭാഗത്തേക്കൊക്കെ തന്നെ ഇങ്ങനെ രക്തം തളം കെട്ടി കിടക്കുന്നുണ്ട്. അത് ഒരു ബെഡ്ഷീറ്റും ഒപ്പം തന്നെ മറ്റൊരു കവറും കൊണ്ട് മൂടിയിരിക്കുകയാണ്. രാവിലെ 8 മണിയോടുകൂടി പുറത്തേക്ക് നടക്കാനും മറ്റും ഇറങ്ങിയ ആളുകളാണ് ഇത് ആദ്യഘട്ടത്തിൽ കാണുന്നത്. തുടർന്ന് അവരാണ് ഈ വിവരം പോലീസിനെ അറിയിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ തന്നെ, ആ ന്യൂസ് പേപ്പറിലൊക്കെ തന്നെ ഇങ്ങനെ രക്തം പുരണ്ടു കിടക്കുകയാണ്. ആ ന്യൂസ് പേപ്പറാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ ചില വിവരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് ആരുടേതാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ചില വിശദാംശങ്ങൾ ലഭിക്കുമോ എന്നൊക്കെയുള്ള ചില കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ പോലീസ് പരിശോധിക്കുന്നത്. ഒരു പാഴ്സൽ കവറും അതിനൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് നേരത്തെ ഇവിടെയുള്ള ആളുകൾ പറഞ്ഞത്. മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞപ്പോൾ പാഴ്സൽ കവറിലാക്കി അത് മുകളിൽ നിന്ന് താഴേക്ക് എറിയുന്നു. ശേഷം ആ കവറിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം പുറത്തേക്ക് വന്നു കിടക്കുന്നു. ഇതാണ് നാട്ടുകാർ കാണുന്നത്. തുടർന്ന് അവർ രാവിലെ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. തുടർന്ന് ഞാൻ നിൽക്കുന്ന ഈ മേഖലയിലേക്ക് പോലീസ് എത്തുകയും അവർ വളരെ വിശദമായി പരിശോധന നടത്തുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ആരെങ്കിലും ഉപേക്ഷിച്ചു പോയതാകാമെന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് നടത്തിയ CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് കുഞ്ഞിനെ താഴേക്ക് എറിയുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടായത്. പാഴ്സൽ കവറിൽ കെട്ടിയാണ് കുഞ്ഞിനെ ഇങ്ങനെ താഴേക്ക് എറിഞ്ഞിരിക്കുന്നത്. താഴേക്ക് വീണ ആഘാതത്തിൽ കവറിൽ നിന്ന് കുഞ്ഞ് പുറത്തേക്ക് മാറിയിരുന്നു. ഇപ്പോൾ പോലീസ് എത്തി ആ ഷീറ്റ് കൊണ്ടും കവർ കൊണ്ടും കുഞ്ഞിന്റെ മൃതദേഹം മൂടിയിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റും. ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചും പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. ACP ഉൾപ്പെടെയുള്ളവർ ഫ്ളാറ്റിനുള്ളിലാണുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലൊരു 3 നിലകളിൽ ആൾതാമസമില്ല. ഒരുപക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും ഇവിടെ എത്തി അവർ പരിശോധന ആരെങ്കിലും ഇവിടെ എത്തി ഇത്തരത്തിലേക്ക് എന്തെങ്കിലും ചില ആരെങ്കിലും ഇവിടെ എത്തിയതാണോ എന്ന് ചില സംശയങ്ങൾ കൂടി പോലീസിന് ഉണ്ട്. ഇപ്പോൾ കൌൺസിലർ ഒരിക്കൽ കൂടി നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ ഇപ്പം ഈ പുറത്തുനിന്ന് ആളുകൾ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവര് രജിസ്റ്ററിൽ പേര് എഴുതേണ്ടതായിട്ട് അങ്ങനെയുള്ള ഒരു സാധ്യത കൂടി ഇത് അത്ര വലിയൊരു ഫ്ളാറ്റ് അല്ല, 21 യൂണിറ്റേ ഉള്ളൂ. അപ്പോ ഒരു സെക്യൂരിറ്റി മാത്രമേ അവിടെ ഉള്ളൂ. അദ്ദേഹം വല്ല പുറത്തേക്ക് അങ്ങനെ മാറുന്ന സമയത്ത് ആളുകൾ കയറാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഫ്ളാറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. നമ്മൾ വീഡിയോയിൽ കാണുന്ന അനുസരിച്ചാണെങ്കിൽ ഏകദേശം വലിയ ദൂരത്തു നിന്നല്ല, അതിൽ നിന്ന് വരാനുള്ള ചാൻസുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഫ്ളാറ്റിന്റെ മുകളിൽ നിന്നല്ല, ഒരു താഴത്തെ ഒരു ഭാഗത്ത് നിന്ന് എറിഞ്ഞതായിട്ടാണ് വീഡിയോയിൽ കാണുന്നത്. ശരിക്കും അവിടെ താമസിക്കുന്നവർക്ക് ആർക്കും അതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ല. താമസിക്കുന്നവരൊക്കെ നേരിട്ട് പരിചയമുള്ളവരാണ്. അവരായിട്ട് എല്ലാവരും സംസാരിച്ചു. അതെ, അവരും പേടിച്ച് നിൽക്കുകയാണ്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ നേരത്തെ അവരും വളരെ പേടിച്ച് നിൽക്കുകയാണ്.
ഈ കാലിയാക്കുന്ന ഫ്ളാറ്റിൽ അവിടെ നിന്ന് വീഴാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഈ പോലീസ് പരിശോധന നടത്തുന്ന ഫ്ളാറ്റുകൾ ഇങ്ങനെ ആൾതാമസം ഇല്ലാതെയുള്ള ഫ്ളാറ്റുകളിലാണ് ഇപ്പൊ പോലീസ്? അതെ, അവര് ബാക്കി എല്ലാവരും വിളിച്ച് ഡീറ്റെയിൽ എടുത്തു. ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽ എടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു കൊറിയർ സർവീസിന്റെ ഒരു കവറിലാണ് വീണേക്കുന്നത്. അതിന്റെ അഡ്രസ്സ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, അതും അവർ പരിശോധിക്കുന്നുണ്ട്. അഡ്രസ് ആരുടേതാണെന്ന് കിട്ടിയിട്ടില്ല, പോലീസിന്റെ കയ്യിൽ റിപ്പോർട്ടുണ്ട്. അവരത് വീഡിയോ എടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ രാവിലെ എത്തിയ ആളുകളാണ് ഈ വിവരം പോലീസിനെ അറിയിച്ചത്. ഇതാണ് അദ്ദേഹം പറയുന്നത്. ചെറിയ ഫ്ളാറ്റാണ്, അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്കുള്ള വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോ പുറത്തുനിന്ന് എത്തുന്ന ആളുകൾ കൃത്യമായി അതിൽ രേഖപ്പെടുത്തണമൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആകെ ഒരു സെക്യൂരിറ്റി മാത്രമേ ഇവിടെയുള്ളൂ. ഒരുപക്ഷെ അദ്ദേഹം പുറത്തേക്കും മറ്റും ഇറങ്ങിയ സാഹചര്യത്തിൽ ഉള്ളിലേക്ക് ആരെങ്കിലും കയറിയതാകാം എന്നും അദ്ദേഹം പറയുകയാണ്. എന്താണെങ്കിലും പോലീസ് ഇതൊക്കെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം നടത്തുന്നത്. ഈ പാഴ്സൽ കവറിൽ നിന്നൊരു അഡ്രസ്സ് ലഭ്യമായിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. ഈ അഡ്രസ്സ് കേന്ദ്രീകരിച്ചാണ് ഈ ഘട്ടത്തിൽ പോലീസിന്റെ അന്വേഷണം പോകുന്നത്. നമ്മളിപ്പോൾ ഒരുപക്ഷെ നേരത്തെ കണ്ട ദൃശ്യങ്ങൾ അതിന്റെ തന്നെ ആയിരിക്കണം. കാരണം പാഴ്സൽ കവറിനൊപ്പം ഒരു പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പറിൽ ചില അഡ്രസ്സുകൾ ഉണ്ടായിരുന്നു. ആ അഡ്രസ്സുകൾ പോലീസ് ഫോണിൽ അത് പകർത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കൌൺസിലർ പറഞ്ഞിരിക്കുന്നത്. അത് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ ഘട്ടത്തിൽ അന്വേഷണം പോകുന്നത്. ACP ഉൾപ്പെടെയുള്ളവർ, ACP രാജ്കുമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ മുകളിലാണുള്ളത്. ആ ഫ്ളാറ്റിൽ, ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റിലാണുള്ളത്. അവിടെ അദ്ദേഹം കൃത്യമായി പരിശോധനകളും മറ്റും നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് ചില ഭാഗങ്ങളിൽ താമസിക്കുന്ന ഫ്ളാറ്റുകളിലുള്ള ആളുകളുടെ വിശദമായിട്ടുള്ള മൊഴിയും പോലീസ് ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേണോ വിനിത, ഈ പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ ഈ ഫ്ളാറ്റിലേതല്ല, സമീപത്തെ ഫ്ളാറ്റിൽ നിന്നുള്ളതാണോ? അങ്ങനെയെങ്കിൽ CCTV അടക്കം ഈ ഫ്ളാറ്റിൽ ഇല്ല എന്നറിയുന്ന ആരെങ്കിലും, ഒഴിഞ്ഞ ഫ്ളാറ്റുകൾ ഉണ്ട് എന്നറിയുന്ന ആരെങ്കിലും, അങ്ങനെ ഈ സ്ഥലത്തെപ്പറ്റി ഗ്രാഹ്യമുള്ള ആരെങ്കിലും വന്നു എന്നാണോ കരുതേണ്ടത്? വേണു, അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണം കൂടി വരേണ്ടതായിട്ടുണ്ട്. നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഫ്ളാറ്റിന് സമീപം ഇങ്ങനെ ചെടികളും മറ്റും ഉണ്ട്. ആ ഫ്ളാറ്റിൽ നിന്ന് ഒരു അധികം മുകളിൽ നിന്നല്ലാതെ ഒരല്പം മീഡിയം ഭാഗത്ത് നിന്നാണ് ഈ പാഴ്സൽ കവറിൽ കുഞ്ഞിനെ താഴേക്ക് എറിഞ്ഞിരിക്കുന്നത്. ആ ഫ്ളാറ്റ് ഇത് തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ആ ഫ്ളാറ്റിന്റെ മുൻവശത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ ഫ്ളാറ്റിൽ പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ 3 ഭാഗങ്ങളിൽ 3 ഫ്ളാറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ മറ്റാരെങ്കിലും എത്തിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പോലീസ് പരിശോധിക്കുന്നത്. നേരത്തെ ആശാവർക്കർ ഉൾപ്പെടെ ഇവിടെ എത്തി അവർ ഫ്ളാറ്റിലുള്ളവരുമൊക്കെയായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഈ ഫ്ളാറ്റിലുള്ളവരുടെ കുഞ്ഞല്ല ഇത് എന്ന തരത്തിലാണ് പറഞ്ഞത്. ഇപ്പോൾ ആ ചേച്ചി നമുക്കൊപ്പം ചേരുകയാണ്. ചേച്ചി ഇവിടെ എത്തി ഇവരുമായിട്ട് സംസാരിച്ചിരുന്നല്ലോ അല്ലേ? നമുക്ക് ഈ വൻഷിക ഫ്ളാറ്റിൽ രജിസ്റ്റർ ഒന്നും ഒരു പ്രഗ്നന്റിനെയും ചെയ്തിട്ടില്ല, പ്രഗ്നന്റ് ലേഡീനെയും ചെയ്തിട്ടില്ല. അവിടെ പ്രഗ്നന്റ് ലേഡി ഇല്ല. എന്നാൽ ഞങ്ങൾ ഈ കഴിഞ്ഞ പോളിയോ കൊടുക്കുന്ന സമയത്തും കൂടി കയറി ഇറങ്ങിയതാണ്. ആ അവിടെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ പോളിയോ കൊടുത്തതുമാണ്. പക്ഷെ ഇങ്ങനെ ഒരു പ്രഗ്നന്റ് ലേഡി ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പിന്നെ 2-3 ഫ്ളാറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ട് അവിടെ. അത് എങ്ങനെയാണെന്നൊന്നും വ്യക്തമായിട്ട് അറിയാൻ പാടില്ല, എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ഈ കുഞ്ഞിനെ ഇങ്ങനെ ഒരു കുഞ്ഞിവിടെ ആർക്കെങ്കിലും ഉണ്ടായതായിട്ടോ അങ്ങനെ? കുഞ്ഞ് ഇവിടെ അടുത്ത ഫ്ളാറ്റിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെല്ലാം സേഫ്റ്റിയാണ്. ഞങ്ങളിപ്പോ ചെന്ന് അന്വേഷിച്ചു. ആ കുഞ്ഞുങ്ങളെല്ലാം ഒരു കുഴപ്പമില്ല, സുരക്ഷിതമായിട്ടിരിക്കുകയാണ്. ഇപ്പൊ ഈയിടെ പ്രസവിച്ചവരൊക്കെ ഉണ്ട്. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അറിഞ്ഞൂടാ. ചേച്ചി ഇപ്പൊ ഇവിടെ അന്വേഷിച്ചപ്പോ ഇതൊരു പക്ഷെ പുറത്തുനിന്ന് വന്നൊരു കുഞ്ഞ്, പുറത്തുനിന്ന് വന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഇങ്ങനെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ശരിക്കും. കുഞ്ഞ് ഈ പരിസരത്തൊന്നും വേറെ ഇല്ല, പരിസരത്തുള്ളവരൊക്കെ ഉണ്ട്, പരിസരത്തുണ്ട്. പക്ഷെ അവരൊക്കെ അന്വേഷിച്ചപ്പോ സേഫ്റ്റിയാണ്. അപ്പൊ ഇത് പുറത്തുനിന്നുള്ളതെന്ന് വിശ്വസിക്കണം. ഇനി എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഫ്ളാറ്റിലുള്ളവരുമായിട്ട് സംസാരിച്ചു. പക്ഷെ ഇപ്പൊ അങ്ങോട്ട് കയറാനായിട്ട് പറ്റിയിട്ടില്ല. ഇനി ഞങ്ങള് കയറി എല്ലാ ഡീറ്റെയിൽസും ചെയ്യുന്നുണ്ട്. എത്ര ഫാമിലിയാ ഉള്ളത്? ഒരു 23-25 ഫ്ളാറ്റിൽ താഴെയുണ്ട്. 25 ഫാമിലിയിൽ താഴെയുണ്ട്. അവിടെയുള്ള കുഞ്ഞുങ്ങളൊക്കെ സുരക്ഷിതരാണ്. ഇതിപ്പം ഈ കുഞ്ഞിനിപ്പം ഒരു ദിവസത്തെ പ്രായമാണ്. ഒരു ദിവസത്തെ എന്നാ പറഞ്ഞത്. പൊക്കിൾക്കൊടി പോലും മുറിച്ചിട്ടില്ല എന്ന് പറയണം. ആൺകുഞ്ഞ്. ഇപ്പോൾ ആ ചേച്ചി ആശാവർക്കറാണ്. ഈ ചേച്ചിയാണ് അല്പസമയം മുൻപ് മുകളിലെത്തി ഈ ഫ്ളാറ്റിലുള്ളവരുമായി സംസാരിച്ചത്. അപ്പോൾ അവർ പറയുന്നത് ഈ ഫ്ളാറ്റിലുള്ള ആളുകളുടെ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളൊക്കെ തന്നെ സുരക്ഷിതരായിരിക്കുന്നു, ആ കുഞ്ഞല്ല ഇതെന്നാണ് പറയുന്നത്. പോലീസ് ഇപ്പോൾ വീണ്ടും ആ സ്ഥലത്തെത്തി കുഞ്ഞിന്റെ മൃതദേഹം വീണ്ടും പരിശോധിക്കുകയാണ്. നേരത്തെ അവർ പറഞ്ഞതുപോലെ ആ പാഴ്സൽ കവറിൽ ചില അഡ്രസ്സുകൾ ഉണ്ട് എന്ന് പറയുന്നു. ആ അഡ്രസ്സുകൾ കേന്ദ്രീകരിച്ചായിരിക്കാം ഒരുപക്ഷെ പോലീസിന്റെ തുടരന്വേഷണം ഈ ഘട്ടത്തിൽ ഉണ്ടാവുക. പേപ്പറുകളൊക്കെയാണ് പോലീസ് ഇപ്പോൾ അവിടെ നിന്ന് പരിശോധിക്കുന്നത്. ഇപ്പോൾ ആ ചേച്ചി പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ആ ചേച്ചി നേരത്തെ പറഞ്ഞത് ഇവിടെയുള്ള ഈ പരിസരത്തുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ വിവരം അവർ ആശാവർക്കറാണ്, അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങളൊക്കെ തന്നെ സുരക്ഷിതരാണ്. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഏതെങ്കിലും ആരുടെയോ കുഞ്ഞാകാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് കൂടി അവർ ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കുകയാണ്. ഈ ഫ്ളാറ്റിലുള്ളവരുടെ കുഞ്ഞല്ല ഇതെന്ന് അവർ ഉറപ്പിക്കുകയാണ്. പോലീസ് ഇപ്പോൾ
അവിടെ എത്തി ചില വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയാണ്. ആ പേപ്പറിൽ ഉള്ള അഡ്രസ്സുകളും മറ്റും പോലീസ് പരിശോധിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് സമീപം തന്നെയാണ് കുഞ്ഞിന്റെ മൃതദേഹവും ഉള്ളത്. അത് ഇതിനെ കവർ കൊണ്ടും ഒപ്പം തന്നെ ഷീറ്റ് കൊണ്ടും ഒക്കെ മൂടിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇനി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം കുഞ്ഞിന്റെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റും. പുലർച്ചെ രാവിലെ ഈ നടക്കാനും മറ്റും ഇറങ്ങിയ ആളുകളൊക്കെയാണ് ഈ മൃതദേഹം കാണുന്നത്. തുടർന്ന് അവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഇപ്പോൾ ചേച്ചി പറഞ്ഞതനുസരിച്ച്, ആശാ വർക്കറാണ്, അവർ പറഞ്ഞതനുസരിച്ച് കുഞ്ഞിന് ഒരു ദിവസത്തെ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് അവർക്ക് പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്ന രീതിയിൽ അവർ പറഞ്ഞത്. പൊക്കിൾക്കൊടി പോലും മാറ്റിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. ആൺകുഞ്ഞിന്റെ മൃതദേഹമാണ് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതിലുള്ള ചില പേപ്പർ കഷ്ണങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. അതിൽ ചില അഡ്രസ്സുകൾ ഉണ്ട് എന്ന് പോലീസ് പറയുന്നു. ആ അഡ്രസ്സ് ഏതാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കായിരിക്കും ഇനി ഈ അന്വേഷണ സംഘം എത്തുക. കാരണം ഈ ഫ്ളാറ്റിന്റെ ഒരു അധികം മുകളിൽ നിന്നല്ല, ഒരു മീഡിയം ഭാഗത്ത് നിന്നാണ് ഒരു പാഴ്സൽ കവറിൽ പൊതിഞ്ഞ് ഈ കുഞ്ഞിന്റെ മൃതദേഹം താഴേക്ക് എറിയുന്നു. അതാണ് ആ CCTV ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. താഴേക്ക് വീണതിനു ശേഷം ഈ കവറിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം പുറത്തേക്ക് മാറിക്കിടക്കുന്നു. ഇത് കണ്ടാണ് നാട്ടുകാർ, ഈ മേഖലയിലേക്ക് എത്തിയ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചത്. പിന്നീട് പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് ഫ്ളാറ്റിൽ നിന്ന് കുഞ്ഞിനെ താഴേക്ക് എറിഞ്ഞു എന്ന തരത്തിൽ പോലീസിനെ കണ്ടെത്താനായത്. അതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ വിലാസം ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം ഈ ഘട്ടത്തിൽ തുടരുകയാണ്. വിനിത, ഈ ഫ്ളാറ്റിലേക്ക് ആരെങ്കിലും ഈ രാവിലെ വന്ന് അതിനുശേഷം പോയി, അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കണ്ടതായി എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? വേണു, അത് സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ ലഭ്യമല്ല. പുറത്തുനിന്ന് ആരും വന്നിട്ടില്ല എന്ന തരത്തിലാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇതൊരു ചെറിയ അപ്പാർട്ട്മെന്റ് ആണ്. ഒരു സെക്യൂരിറ്റി മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് സെക്യൂരിറ്റി ഒരുപക്ഷെ പുറത്തേക്ക് ഇറങ്ങുന്ന വേളയിലോ മറ്റോ ആരെങ്കിലും ഉള്ളിലേക്ക് കയറാനുള്ള ഒരു സാധ്യതയും നിലവിൽ തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കൃത്യമായിട്ടുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉള്ള ഒരു ഫ്ളാറ്റ് അല്ല ഇത്. ഒരു 23 കുടുംബങ്ങളും മറ്റും താമസിക്കുന്ന ഒരു ചെറിയ അപ്പാർട്ട്മെന്റ് ആണ് ഇതെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി പുറത്തേക്ക് നിന്നുള്ള ആരെങ്കിലും എത്തിയിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിലെ ചില 3 ഫ്ളാറ്റുകൾ ഇത്തരത്തിലേക്ക് ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെയൊന്നും ആൾതാമസമില്ല. അങ്ങനെയെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകൾക്ക് എത്തിച്ചേരാൻ എത്തി ഈ കുഞ്ഞിനെ ഇതിന് മുകളിൽ നിന്ന് താഴേക്ക് എറിയുകയാണെങ്കിൽ അത് സംബന്ധിച്ച് കുറച്ചുകൂടെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കൊക്കെ തന്നെ പോലീസിന് പോകേണ്ടതായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുമുണ്ടാകും. ACP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ ഫ്ളാറ്റുകളിലേക്കൊക്കെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ കയറിയിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയുണ്ടോ, ഇങ്ങനെ വന്നിരിക്കുന്ന ആളുകൾ അവരുടെ പോലീസുകൾ പരിശോധിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ഒരു അഡ്രസ്സും മറ്റും ലഭ്യമായിട്ടുണ്ട്. ആ അഡ്രസ്സ് കേന്ദ്രീകരിച്ചും പോലീസ് പരിശോധിക്കുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആശാ വർക്കറിന്റെ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതികരണം വളരെ പ്രധാനമാണ്. ആ അപ്പാർട്ട്മെന്റിൽ ഗർഭിണികളില്ല, എന്നാൽ അടുത്തിടെ പ്രസവിച്ചവരുണ്ട്. ആ കുട്ടികളെല്ലാം സുരക്ഷിതരാണ്. നേരത്തെ പോളിയോ നൽകുന്നതിനായി ഈ അപ്പാർട്ട്മെന്റിൽ എത്തിയതാണ് ആശാ വർക്കർ. ആ ഘട്ടത്തിലും ഇങ്ങനെ നവജാത ശിശുക്കൾ ആരുമില്ല, അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ ഗർഭിണികളായിരിക്കുന്ന ആരും ഉള്ളതായി അറിവില്ലായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. മറ്റു കുഞ്ഞുങ്ങളെല്ലാവരും സുരക്ഷിതരാണ് എന്ന് പറയുന്നുമുണ്ട്. പുറത്തുനിന്ന് ആരെങ്കിലും വന്നതാകാം എന്നാണ് വിശ്വസിക്കുന്നത് എന്നും ആ ആശാ വർക്കർ പറയുന്നുണ്ട്. വിനിത, ഈ ACPയും സംഘവും ഇപ്പോൾ ഫ്ളാറ്റിലുള്ള താമസക്കാരുടെ മൊഴിയെടുക്കുകയാണോ? തീർച്ചയായും വേണു, അവരുടെ മൊഴി എടുത്തു കഴിഞ്ഞു. ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകളുടെ വിശദമായിട്ടുള്ള മൊഴിയൊക്കെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ളാറ്റുകൾ, ആ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് പരിശോധന നടത്തുന്നത്. ആ ഫ്ളാറ്റുകൾ തുറന്ന് ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. അതിനൊപ്പം തന്നെ ആ പാഴ്സൽ കവറിലുള്ള ചില നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലുള്ള ചില അഡ്രസ്സുകൾ ഉണ്ടെന്നും പറയുന്നു. അത് കേന്ദ്രീകരിച്ചും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ മേഖലയിൽ നിന്ന് കൂടുതൽ CCTV ദൃശ്യങ്ങൾ ലഭ്യമാകുമോ എന്നും പോലീസ് പരിശോധിക്കുകയാണ്. ഒപ്പം തന്നെ ഈ മേഖലയിൽ ആ സമയത്ത് എത്തിയ വാഹനങ്ങൾ, ഒപ്പം തന്നെ ആ സമയത്ത് പുറത്തുനിന്നെത്തിയ ആളുകൾ, ഇവരെയൊക്കെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ ഘട്ടത്തിൽ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. വേണം. ശരി, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചി പനമ്പള്ളിനഗറിലെ വിദ്യാനഗറിൽ 25ഓളം കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിലാണ് ഒരു നവജാത ശിശുവിനെ കൊന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. അധികം മുകൾ നിലയിൽ നിന്നല്ലാതെ ഒരു ദിവസം മാത്രം പ്രായമുള്ള പൊക്കിൾക്കൊടി പോലും മുറിച്ചിട്ടില്ലാത്ത കുഞ്ഞിനെ എടുത്തെറിയുകയായിരുന്നു. രാവിലെ നാട്ടുകാരാണ് കണ്ടത്. പുറമേ നിന്ന് ആരെങ്കിലും വന്നതാണോ എന്നത് വ്യക്തമല്ല. സെക്യൂരിറ്റി ഇല്ലാത്ത സമയം നോക്കി ആരെങ്കിലും വന്നതിന് ശേഷം ഈ കൃത്യം നടത്തിപ്പോയതാണോ എന്നും അറിയില്ല. ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിൽ